ജി ടോക്സ് പ്രേക്ഷകരെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം ഒന്ന് കൂടണം. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം ഈ കൊല്ലം അങ്ങോട്ട് സാധിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെല്ലുമ്പോൾ ഒരു 4 മണി 4:30 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ കുറേ കരിവീരന്മാരുടെ എല്ലാ സൈഡിലും നിരന്ന് നിൽക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ ഓരോ ദേശത്തു നിന്ന് വരുന്ന ആനകളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡബിൾ ഓംലെറ്റ് അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ അവിടെ ഒരു തരം പൊടി വെതറി തന്നു മുകളിൽ. അപ്പോൾ അത് മുളകും എന്നാ ഒക്കെ ഐറ്റങ്ങൾ ചേർത്തൊരു പരിപാടിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ആനകൾ നിന്നോടത്തുനിന്ന് കുറച്ചും കൂടി മൂവ് ചെയ്തിട്ടാണ് ഒരു ഓംലെറ്റ് കഴിക്കണ ക്യാപ്പിൽ. പിന്നെ നമ്മുടെ പെരുവനത്തിൻ്റെ കിടിലൻ ഒരു മേളം. ആ മേളം കേട്ട് ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ട് നിൽക്കുമ്പോൾ അതേ അപ്പുറത്ത് കുറേ ആനകൾ പന്തലിൻ്റെ മുന്നിൽ നിന്നായിരുന്നു. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ അവിടെ അവർ കൊടമാറ്റം മത്സരങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മത്സരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടമാറ്റങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അങ്ങനെ 2 പന്തലാണ് മെയിനായിട്ടുള്ളത്. ആ അപ്പുറത്തെ പന്തലിലൊന്ന് പോയിട്ട് എത്തിച്ചു നോക്കി. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാർ ജനസാഗര എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. പിന്നെ നമ്മൾ വടക്കാഞ്ചേരിയുടെ ആ ഒരു ഭംഗി, ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഭംഗി, അവിടെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഒരു വേറെ ലെവലാണല്ലോ. അത് ആസ്വദിച്ച് നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലെത്തിയപ്പോൾ അവിടെ ഒരു ട്രെയിൻ കൊണ്ടുവന്നാൽ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂരം കാണാൻ വേണ്ടി നിർത്തിയ പോലെയാണല്ലോ ഇവരുടെ നോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന്. നോക്കുമ്പോൾ അതല്ല, വേറെന്തോ കാരണം കൊണ്ട് നിർത്തിയത്. അപ്പോൾ കുറേ ആൾക്കാർ ട്രെയിനിൽ ഓടി കയറുന്ന തെറ്റത്തൊക്കെ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ആട്ടം മുതലാളി. അതിൻ്റെ ഇടയ്ക്ക് മുന്തിരിങ്ങയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളൊരു പൊടി സന്തോഷത്തിലാണ് ട്രെയിൻ നിർത്തിയതിൽ. അപ്പോൾ ഞാനും സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മെല്ലെ ട്രെയിൻ പോയി തുടങ്ങി. അങ്ങനെയാണ് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് നിറച്ച ആൾക്കാരും മാനയൊക്കെ വന്നിട്ട് വൻ സീൻ. അവിടെ മറ്റേ മേളം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്ക്. ആ മേളല്ലേ എല്ലാവരും കൂടി തുള്ളണൊരു മേളം. ആ മേളം കേൾക്കാൻ ജനസാഗരവും ജന ഒഴുക്കും അതികഠിനമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാനും ക്യാമറ പിടിച്ച് തുള്ളി. അങ്ങനെ ഉത്രാളിക്കാവ് പൂരം അങ്ങോട്ട് ആസ്വദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിനി നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർ ആദ്യമായി ഈ പൂരം ഈ കൊല്ലം കണ്ടു? നേരിൽ കണ്ടു കേട്ടോ, ടി വിയിൽ കണ്ട ആൾക്കാരല്ല. അപ്പോൾ നേരിൽ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഒന്ന് എഴുതി അങ്ങോട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ടാറ്റാ ബൈ ബൈ സീ യു.